ഈ പറഞ്ഞ എത്രയോ വലിയ ടോപ്പ് ഡയറക്ടേഴ്സ് ഉണ്ട് സിനിമകൾ. ലിജോ ചേട്ടൻ്റെ പടമുണ്ട്, രഞ്ജിത്ത് ചേട്ടൻ്റെ പടമുണ്ട്. ഒരു പടം ക്ലാപ്പ് അടിച്ച അവനെ പൊക്കി പറയാൻ ഞാൻ മാമൻ്റെ സെറ്റിൽ വർക്ക് ചെയ്യും. ഇപ്പം ബേസിൽ ഒരു സിനിമയാണ് ക്ലാപ്പ് തിരയിൽ വർക്ക് ചെയ്തത്. ബേസിലിൻ്റെ സിനിമാറ്റിക് നോളജ് എന്താണ്? ബേസിൽ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞിരാമായണം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ ബേസിൽ ഒരു സിനിമ ക്ലാപ്പ് അടിച്ചതിൻ്റെ നോളജ് എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 2015 ഓണത്തിൽ ലോഹം, ഒട്ടോപ്പിയിലെ രാജാവ്, ജമുന പ്യാരി, ഡബിൾ ബാരൽ, കുഞ്ഞിരാമായണം 5 പടത്തിനിടയിൽ ഓണം വിന്നറായിരുന്നു അന്നത്തെ. ഈ പറഞ്ഞ ഏറ്റവും വലിയ എന്റർടൈനർ ആയിരുന്നു. ഈ പറഞ്ഞ എത്രയോ വലിയ ടോപ്പ് ഡയറക്ടേഴ്സ് ഉണ്ട് സിനിമകൾ. ലിജോ ചേട്ടൻ്റെ പടമുണ്ട്, രഞ്ജിത്ത് ചേട്ടൻ്റെ പടമുണ്ട്. ഒരു പടം ക്ലാപ്പ് അടിച്ച അവനെ പൊക്കി പറയേണ്ടി വരുന്നല്ലോ എന്നുള്ളൊരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ, പക്ഷെ ഒരു പടം ക്ലാപ്പ് അടിച്ച ഒരാൾക്ക് എന്ത് നേരത്തെ പറഞ്ഞ സിനിമാറ്റിക് നോളജ് എന്താ? ഒരു പടം മതി. കാരണം സിനിമ കോമൺ സെൻസ് ആണ് മനുഷ്യടാ. കോമൺ സെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സെറ്റ് എക്സ്പീരിയൻസ് മതി സത്യം പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. അത് എത്ര ഫാസ്റ്റായിട്ട് നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്നു, നമ്മൾ പഠിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ മാമൻ്റെ പടത്തിൽ അസിസ്റ്റ് ചെയ്ത് മനുഷ്യനെ കണ്ട് എൻ്റെ പടത്തിൽ അസിസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു സിനിമയുടെ നോളജാണ് തിരയിലെത്തുന്ന സമയത്ത്. എനിക്ക് ഇന്ന് മാർക്കിൽ പോയിട്ട് ഇന്ന് ഇവിടെ പോയിട്ട് ലുക്ക് കൊടുക്കണം. എനിക്ക് ഒറ്റ സിനിമയുടെ നോളജിലാണ്. ഞാൻ സറണ്ടർ ചെയ്ത് നിന്നൊന്നുമല്ല. ഒരു റിഹേഴ്സൽ ക്യാമ്പോ ഒരു ഇതോ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ട്. ഒരു സിനിമ എക്സ്പീരിയൻസ് മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പക്ഷേ നമുക്ക് എന്താ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ അതിന് മുന്നേ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ബേസിക് അറിവുണ്ട്. അപ്പൊ ആ മാമന്റെ സെറ്റിൽ ഞാനിതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. മാമന്റെ സെറ്റിൽ ലൈറ്റ് യൂണിറ്റിൽ, അന്നത്തെ ACS എന്ന് പറഞ്ഞ ലൈറ്റ് യൂണിറ്റിൽ ഒരു പയ്യൻ, പക്ഷെ അവനെ ഞാൻ പിന്നീട് കണ്ടിട്ടില്ല. മാമനല്ല എൻ്റെ ഗുരു, അവനാണ് എൻ്റെ ഗുരു. കാരണം അവൻ ഇവിടുന്ന് അവൻ മാറി നിന്നിട്ട് അവൻ ഇങ്ങനെ മാമനെ ഇങ്ങനെ നോക്കിയിട്ട് അവൻ പറയും, ഈ ആ വൈഡ് വെച്ചിട്ട് പിന്നെ ആദ്യം ഒരു മാസ്റ്റർ വെച്ചിട്ട് പിന്നെ അത് കട്ട് ഷോട്ട് പോയാൽ പോരെ, ഇതെന്താ ഇത്? ഇവൻ ലൈറ്റ് യൂണിറ്റിൽ അവന് പോലും ഈ ഔട്ട്സൈഡറാണ് അവൻ. ഓക്കെ, ഔട്ട്സൈഡർ എന്ന് വെച്ചാൽ സെറ്റിൽ വർക്ക് ചെയ്യുന്ന മൂന്നാമതൊരാളുടെ പെർസ്പെക്റ്റീവാണ്. അവൻ പറയാണ് അവന് പോലും ഉണ്ട്. മനുഷ്യനെന്ന് ഈ ലൈറ്റിന്റെ പുറകിൽ നിൽക്കുന്ന പുള്ളിക്കായിക്കോട്ടെ ഇവർക്കൊക്കെ നോളജ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന 4-5 സിനിമ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നോളജ് ഉണ്ടാവുന്നല്ല. സിനിമ കാണുന്നവർക്ക് നോളജ് ഉണ്ട്, സിനിമ പഠിക്കുന്നവർക്ക്, സിനിമ അറിയുന്നവർക്ക് എല്ലാവർക്കും നോളജ് ഉണ്ട്. ഇത് കാരണം എന്താ വെച്ചാൽ ഇത് കോമൺ സെൻസാ. ബേസിക് സാധനങ്ങളേ ഉള്ളൂ സിനിമയിൽ. എന്താ ഉള്ളത്? ഒരു വൈഡ്, ക്ലോസ്, 2 ഷോട്ട്, മിഡ്, 4-5 ആംഗിളും ഉണ്ട്. ഇത് എവിടെ വെക്കണം എന്ന് അറിഞ്ഞാൽ മതി, ആ കഥ പറയാൻ അറിഞ്ഞാൽ മതി അല്ലേ? സത്യം പറഞ്ഞാൽ വലിയ അനമുട്ട കാര്യമൊന്നുമല്ലല്ലോ. ഏത് ക്ലോസിൽ പോകണം, ഏതിന് എക്സ്ട്രീം ക്ലോസ് വെച്ച് കൊടുക്കണം, ഏത് മിഡിൽ, ഏത് ബിറ്റ് ഡയലോഗ് മിഡിൽ പോകണം, ഏതിനാണ് അത് അല്ല അറിയാത്ത കുറേ അസോസിയേറ്റുമാരുണ്ട്. ഇപ്പോഴും ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സിനിമ നോളജ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അങ്ങനെ അളന്ന് ഒരു 5-10 പടം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അറിവ് കിട്ടിയിട്ട് എത്രയോ വലിയ ചീഫ് അസോസിയേറ്റ്മാർ 100-10-40 പടം ചീഫ് അസോസിയേറ്റ് ആൾക്കാർ ഫസ്റ്റ് പടം പൊട്ടിയ ചരിത്രമില്ലേ? ഇഷ്ടം പോലെ. അപ്പോൾ എന്താ ഇവർക്ക് നോളജ് ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല. അപ്പോൾ അതേ ഒരു പടം ക്ലാപ്പ് അടിച്ച ബേസിലെ ഫസ്റ്റ് പടം സൂപ്പർ ഹിറ്റല്ലേ, രണ്ടാമത്തെ പടം ഹിറ്റല്ലേ, മൂന്നാമത്തെ പടം ഹിറ്റല്ലേ? അപ്പോൾ ഇതെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ സമയത്ത് നമ്മൾ എത്ര സമയത്തിനുള്ളിൽ നമ്മൾ ഈ സാധനത്തിന്, ഈ ക്രാഫ്റ്റിനെ നമ്മൾ പഠിച്ചെടുക്കുന്നു, ഈ സംഭവം നമ്മൾ എത്രത്തോളം ഉള്ളിൽ പാഷനേറ്റ് ആയിട്ട് ഇതിനെ എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.